എഡ്ജ് 70 എന്ന് പറഞ്ഞൊരു സ്മാർട്ട് ഫോണാണ് ഇത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒരു 30,000 റേഞ്ചിൽ നിങ്ങളൊരു ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി സാധനം എടുക്കാം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത എന്താ വെച്ചാൽ മോട്ടറോള ഇതുവരെയായിട്ട് അവരിറക്കുണ്ടായിരുന്ന എല്ലാ ഫോണുകളിലും ഉണ്ടായിരുന്ന ഇഷ്യൂസൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇത് വൺ ഓഫ് ദ സ്ലിമ്മസ്റ്റ് ഫോണാണ്. നമുക്ക് 1,00,000 രൂപ കൊടുത്തിട്ട് ഐഫോണും സാംസങ്ങും ഇനി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഐഫോൺ എയറും സാംസങ് എഡ്ജൊന്നും അത്രയും പോകുന്ന സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക കോംപ്രമൈസ് കുറഞ്ഞ ഒരു ഫോൺ, ഒരു നല്ലൊരു ഫോൺ എന്ന് തന്നെ പറയട്ടെ. സാധനത്തിന് പാക്കേജിംഗ് ഒക്കെ സിമിലർ തന്നെയാണ്. നമ്മളിതിൻ്റെ ഫുൾ വീഡിയോ നാളെ ഇടുന്നുണ്ട്. ഇതിൽ നമുക്ക് 8GB 256GB വേരിയൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ. 35 രൂപയാണ് MRP. ഡീറ്റെയിൽസുകളൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് 3 കളറിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഗ്രീൻ കളർ, പിന്നെ ഒരു ഗ്രേ കളർ, പിന്നെ ഒരു ലില്ലി കളറാണ്. ഗ്രേ കളർ കിട്ടാൻ കുറച്ച് പാടാണ്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കിട്ടും. ഇത് ആക്ച്വലി ഞാൻ ഓഫ്ലൈൻ വാങ്ങിച്ചതാണ്. ഓഫ്ലൈനിലും ഭയങ്കര അവൈലബിലിറ്റി കുറവാണ്. ഇത് ഓഫ്ലൈൻ ഓതറൈസ് സെല്ലർ എന്ന് പറയുന്നത് റിലയൻസ് ആണ് കേട്ടോ. ഇതാണ് ആ കളർ വരുന്നുണ്ട്. ബിൽ ക്വാളിറ്റി, ഇത് സ്ലിംനെസ് കണ്ടു നിങ്ങൾ, ഒരു രക്ഷയില്ലാത്ത സ്ലിംനെസ്സിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, കിഡിലൻ ബിൽ ക്വാളിറ്റി. ഈ പ്രൈസിന് ഒരു രക്ഷയില്ലാത്ത പ്രീമിയം ബിൽഡ് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ കിഡിലൻ ടാങ്ക് ബിൽ ക്വാളിറ്റി. അതുപോലെ തന്നെ IP റേറ്റിംഗ് എല്ലാ സംഭവം വരുന്നുണ്ട്. ഡിസ്പ്ലേ വേറൊരു ഹൈലൈറ്റ് ആണ്. ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ പോരാ. സാംസങ്ങിൻ്റെ S സീരീസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും ക്വാളിറ്റി തരുന്നൊരു ഡിസ്പ്ലേ ആയിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും ചിലപ്പോൾ. അതുപോലെ തന്നെ അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് ഒന്നല്ല, നോർമൽ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. ക്യാമറയും അത്യാവശ്യം ഞെട്ടിച്ചു വിട്ടാൽ അതിൻ്റെ ഫുൾ വീഡിയോയിൽ കാണിക്കാൻ ഡീറ്റെയിൽസൊക്കെ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. മോട്ടറോള ഓൾമോസ്റ്റ് അവരുടെ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മോട്ടറോള അടിച്ച് കയറി വരുന്നുണ്ട്. അവരുടെ മോട്ടറോളയുടെ സ്മാർട്ട് വാച്ച് വരുന്നുണ്ട്. അവരെല്ലാത്തിലും കിടന്നുകൊണ്ടിരിക്കുക. ഇതെൻ്റെ മോട്ടറോളയുടെ ലാപ്ടോപ്പാണ്, ഇതെൻ്റെ മോട്ടറോളയുടെ ടാബ്ലറ്റാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു മോട്ടറോള എല്ലാ സാധനവും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. സർവീസും അപ്പോൾ അവർ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി പറഞ്ഞ പോലെ തന്നെ ഞാൻ അത് റിലയൻസിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞാൽ അവർ ത്രൂ സർവീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ സർവീസും അത്യാവശ്യം കുഴപ്പമില്ലാണ്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ, എസ്പെഷ്യലി ഫോർ ഫോൺസുകൾക്ക്. അപ്പോൾ കണ്ണും മുട്ടിട്ട് അതൊരു AI കീയാണ്. രക്ഷയില്ല കേട്ടോ, രക്ഷയില്ലാത്ത ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ അവർ സൂപ്പറായിട്ട് പുഷ് ചെയ്ത് തുടങ്ങി. പണ്ട് ഒരു അപ്ഡേറ്റ് ഭയങ്കര ഷോക്കായിരുന്നു. ഇപ്പോൾ അവർ അപ്ഡേറ്റ് കറക്റ്റായിട്ട് പുഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കിടക്കുന്നത് ഡിസംബർ സെക്യൂരിറ്റി പാച്ച് തന്നെയാണ്. നമ്മുടെ ഈ പിക്സലിൽ കിടക്കുന്ന അതേ സെക്യൂരിറ്റി പാച്ച് തന്നെയാണ്. പിക്സലിന് ജനുവരി അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. സാംസങ്ങിനൊന്നും ഇതുവരെ സാംസങ് S24 അൾട്രയ്ക്കൊന്നും വന്നിട്ടില്ല. S25 വന്നു, വിവോനും വന്നിട്ടുണ്ടായിരുന്നു X സീരീസ് ഫോണുകൾക്ക്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ നോർമൽ ഫോണുകളുടെയും അതേപോലെ തന്നെ ഇതിനും നമുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല കാര്യം തന്നെയാണ്. എനിക്കിത് പിടിക്കുമ്പോഴേ ഒരു പേപ്പർ പിടിക്കുന്ന പോലെ തോന്നുന്നത്. അത്രയും വെയിറ്റ് കുറവ്, 159 ഗ്രാമോ സംതിങ് ഉണ്ടല്ലോ. പോരാതിന് തിന്നുവാണല്ലോ. കേസും എന്താ പറയുക, സ്ക്രീൻ ഗാർഡൊന്നും ബോക്സിലില്ല കേട്ടോ. അത് കുറച്ച് മോശമായി പോയി വേണമായിരുന്നു. പുറത്തത്തെ എഡിഷനിൽ അവർ നല്ല കിടിലൊരു കേസ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ അവരന്മാരും മുക്കി പണ്ടായോ. ഞാൻ സെപ്പറേറ്റ് ഒന്നാമത് ഈ അൾട്രാത്തിൻ കേസൊന്നും കിട്ടില്ല. ഞാൻ അൾട്രാത്തിൻ കേസുകളാണ് നോർമൽ ഇടാറ് കണ്ടു. ഈ പിക്സലിനൊക്കെ ഇട്ടേക്കുന്നത് അൾട്രാത്തിൻ കേസ്.